പരലോകത്തിൽ ലഭിക്കുന്ന സുഖം അല്ലെങ്കിൽ പരലോകത്തിലെ ആനന്ദം അത് ഈ ലോകത്തിൽ വെച്ചൊരു മർത്യനിൽ അനുഭവമാക്കുവാൻ തക്ക വിധത്തിൽ ജ്ഞാനപ്രകാശത്തെയാണ് ആത്മനാഥൻ ജ്ഞാനോപദേശമായി, ജന്മാന്തര ജ്ഞാനോപദേശമായി ഓരോ ആത്മാവിലും ദാനം ചെയ്യുന്നു. അത് സ്വീകരിച്ച് ജീവിക്കുന്ന ആർക്കും പരലോകത്തിലെ ആനന്ദം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുവാനുള്ള ഭാഗ്യമാണ് ഉണ്ടാകുന്നത്. അതിനപ്പുറം ഒരു ഭാഗ്യവും ലോകത്തിൽ ലഭിക്കുവാനില്ല എന്ന് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ ആത്മാവിന് തിരിച്ചറിയുവാനും കഴിയുള്ളൂ. അതുവരെയും നമ്മൾ ലോകത്തിലെ പല സുഖഭോഗാദികൾക്ക് വേണ്ടിയും പലവിധ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ, ഏത് തിരിച്ചറിവുണ്ടാകുമ്പോൾ, സാക്ഷാലുള്ള സുഖം കണ്ടിടുമ്പോൾ ലോകസുഖത്തെ വെറുത്തു പോകും. സാക്ഷാലുള്ള സുഖം അത് ആത്മാവിൻ്റെ സുഖമാണ്, അത് പരലോക സുഖമാണ്. ആ പരലോക സുഖത്തെ പരന്മാരിൽ അവതരിപ്പിക്കുവാൻ പരമാത്മാവിനാൽ സ്ഥാപിച്ച ഈ ദിവ്യമായ ആദർശത്തിൽ നിയമിച്ചിരിക്കുന്ന സർവ്വ നിയമങ്ങളും ആ പരമാനന്ദത്തെ ദാനം ചെയ്യുന്നതാണ്.